സമസ്തയിൽ വിഭാഗീയത മൂർച്ഛിച്ചതിനെ തുടർന്ന് സമസ്ത നേതൃത്വം വിളിച്ച സമവായ ചർച്ച ഇന്ന് നടക്കാനിരിക്കെ ലീഗ് അനുകൂലികൾ പാണക്കാടെത്തി. സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാണക്കാടെത്തിയത്. മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലി, ലീഗിനോട് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നവർ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ലീഗ് അനുകൂല സമീപനമുള്ളവർ ഇപ്പോൾ പാണക്കാടെത്തിയിരിക്കുകയാണ്. ഈ യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണോ അവർ പാണക്കാടെത്തിയിരിക്കുന്നത്? അപ്പോൾ തന്നെ ലീഗ് വിരുദ്ധർ പങ്കെടുക്കുന്നില്ല എങ്കിൽ അത്തരത്തിലൊരു സമവായ ചർച്ചയുടെ സാധ്യത എന്താണ്? മനു, ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് മലപ്പുറം വുഡ്ബൈൻ ഹോട്ടലിൽ വെച്ച ഒരു സമവായ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. അത്തരത്തിലൊരു തീരുമാനം ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലീഗ് വിരുദ്ധ വിഭാഗം ഈ സമവായ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ്. അവർ എത്തില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗ് അനുകൂലികൾ ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് 8 മണിയോടെ പാണക്കാട് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് നിലപാടാണ് ഈ സമവായ ചർച്ചയിൽ സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇരു വിഭാഗവും തമ്മിലുള്ള ചർച്ച ഈ അകൽച്ച വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് പരിഹരിക്കുന്നതിന് ഒരു സമവായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ തുടങ്ങിയവരാണ് ഈ ഒരു മധ്യസ്ഥരായി ഈ കമ്മിറ്റിയിലുള്ളത്. ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. 2 വിഭാഗത്തിൽ നിന്നും 10 പേർ വീതമാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ 11-ാം തീയതി കോഴിക്കോട് വെച്ച സമസ്ത മുശാവറ യോഗം ചേരുന്നുണ്ട്. അതിന് മുൻപായി ഇത്തരത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന നിലപാടാണ് ലീഗ് വിരുദ്ധർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്തേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സാദിഖ് അലി തങ്ങളെ മുക്കം ഉമർ ഫൈസി വിമർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഈ അകൽച്ച രൂക്ഷമാവുന്നത്. അതിന് പിന്നാലെ PMA സലാമിൻ്റെ രൂക്ഷ വിമർശനം ഉണ്ടാവുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വലിയ അകൽച്ച ഇടയാക്കിയിട്ടുണ്ട്. അത് പരസ്പര സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ സുപ്രഭാതം പത്രത്തിൻ്റെ നയവ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവും മുസ്ലിം ലീഗ് അനുകൂലികൾക്കുണ്ട്. ഇതെല്ലാം ഇന്ന് ഒരു സമവായ ചർച്ചയിലൂടെ ഇരുന്ന് പരിഹരിക്കാനാണ് ഇരു വിഭാഗവും ലക്ഷ്യം വെക്കുന്നത്. അതിന് മുസ്ലിം ലീഗ് തന്നെ നേതൃത്വം നൽകുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ലീഗ് വിരുദ്ധ വിഭാഗം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ സമവായ ചർച്ച ഫലം കാണില്ല. ഒപ്പം 11-ന് നടക്കുന്ന സമസ്ത മുശാവറ യോഗത്തിലും ഇത് വലിയ ചർച്ചകൾക്ക് ഇടയാകും. മനു, സ്വാലിഹ വിവരങ്ങൾ നൽകിയത്.